അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ ബഹുമാന്യരായ വിസ്ഡം ഇസ്ലാമിക് യൂത്ത് മൂവ്മെൻറ്റിൻ്റെ സംസ്ഥാന ഭാരവാഹികൾ, ഈ പ്രദേശത്തെ വിസ്ഡം യൂത്ത് മൂവ്മെൻറ്റിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായിട്ടുള്ള ഒട്ടേറെ സഹപ്രവർത്തകർ, ഭാരവാഹികൾ, സുഹൃത്തുക്കൾ, സഹോദരീ സഹോദരന്മാരെ, മരണത്തോടെ എല്ലാം അവസാനിക്കുമെങ്കിൽ നാം ഇവിടെ എന്തിന് എന്നുള്ള ഒരു വളരെ ഗഹനമായ വിഷയത്തിൽ വിസ്ഡം ഇസ്ലാമിക് യൂത്ത് മൂവ്മെൻറ്റിൻ്റെ ഒരു ക്യാമ്പയിൻ നടന്നു വരികയാണ്. ഇതിന് മുന്നോടിയായിട്ടുള്ള ഒന്ന് രണ്ട് പരിപാടികളിൽ കൂടി ഈരാറ്റുപേട്ടയിൽ ഞാൻ സംബന്ധിച്ചിരുന്നു. ഇതേ ബറക്കാത്ത് ഓഡിറ്റോറിയത്തിൽ തന്നെ തൊട്ടുമേളിലത്തെ കോൺഫറൻസ് ഹാളിൽ ഒരു ടേബിൾ ടോക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി നടന്നിരുന്നു. അതുകൂടാതെ തന്നെ ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാരവാഹികളുമായി ഏറെ എനിക്ക് മുമ്പ് സംസാരിച്ച പ്രിയപ്പെട്ട സുഹൃത്ത് സംസ്ഥാന ഭാരവാഹികളൊക്കെ പലപ്പോഴും പലയിടങ്ങളിൽ വെച്ച് സൗഹൃദം പങ്കുവെക്കാറുണ്ട്. കഴിഞ്ഞ റമദാനിൽ കോഴിക്കോട് നടന്ന ഇഫ്താർ മീറ്റിലൊക്കെ അവരുമായി സംബന്ധിക്കുകയുണ്ടായി. വളരെ ഗൗരവമായിട്ടുള്ള ഒരു വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. നമുക്കറിയാം, മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പരലോക ജീവിതം എന്നുള്ളത് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ പരലോക ജീവിതത്തെക്കുറിച്ച് കൂടുതലായി ചർച്ച ചെയ്യപ്പെടുകയും കൂടുതലായി പഠിക്കുകയും പഠിപ്പിക്കുകയും അത് കൃത്യമായി വഴികാണിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു മതമാണ് ഇസ്ലാം. ക്രിസ്തുമതമടക്കം മറ്റ് മതങ്ങളിലൊക്കെ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം മതവിശ്വാസികൾ, മുസ്ലിമീങ്ങൾ കൂടുതൽ മതചിട്ടയുള്ളവരായി മാറുന്നത് നമുക്ക് കാണാൻ കഴിയും. സ്വാഭാവികമായും മരണത്തോടുകൂടി എല്ലാം അവസാനിക്കുന്നുവെങ്കിൽ യാതൊരു നിയന്ത്രണവുമില്ലാത്തൊരു ജീവിതം നമ്മളിലേക്ക് വന്ന് ഭവിക്കും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ ആഴത്തിൽ ഗഹനമായി സംസാരിക്കാൻ കപ്പാസിറ്റിയുള്ള ആളുകളൊക്കെ ഇവിടെയുണ്ട്. ഈ പ്രോഗ്രാമിന് ഒരു അഭിവാദ്യം അർപ്പിക്കുക എന്നത് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ആ നിലയിൽ നമുക്ക് മരണാനന്തരം ഒരു വലിയ ജീവിതം, ശാശ്വതമായ ഒരിക്കലും അവസാനിക്കാത്ത ഒരു ജീവിതമുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് പലപ്പോഴും ചെറുതും വലുതുമായ തെറ്റുകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും നമ്മളെ നമ്മുടെ ഉപബോധ മനസ്സ് പിടിച്ചു നിർത്തുന്നത്. ഒരു തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റാണ് എന്ന് നമുക്കറിയാം. മോശം സംസാരിക്കുന്നു, മോശം പെരുമാറ്റം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാമ്പത്തികമായ കുറ്റകൃത്യങ്ങൾ, അല്ലെങ്കിൽ ലൈംഗികമായിട്ടുള്ള എന്ത് തരത്തിലുള്ള ഒഫൻസുകളാണെങ്കിലും തെറ്റുകളാണെങ്കിലും തെറ്റാണ് എന്ന് നമുക്ക് അറിയാം. പക്ഷെ ആ തെറ്റ് എനിക്ക് ചെയ്യാൻ പാടില്ലാത്തതാണ്, നമ്മളെ മതം അനുശാസിക്കുന്നതല്ല. അത് ചെയ്താൽ നമ്മുടെ മരണാനന്തരമുള്ള ജീവിതം പരാജയപ്പെടുമെന്നുള്ള ഒരു ഉപബോധ മനസ്സിൻ്റെ തിരിച്ചറിവ്, ആ ഉപബോധ മനസ്സിൻ്റെ ഒരു ചിന്തയാണ് തിരിച്ചറിവായി നമുക്ക് വരുന്നത്. അവിടെയാണ് നമ്മുടെ ജീവിതം വിജയിക്കുന്നത്. നമ്മളൊക്കെ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നവരാണ്, ചെറുതും വലുതുമായി. ആ തെറ്റുകളിൽ നിന്നൊക്കെ സൂക്ഷ്മതയോടെ ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചിന്ത നൽകുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ, വിസ്ഡം ഓർഗനൈസേഷൻ പോലുള്ള സംഘടനകൾ നടത്തി വരുന്നത്. ഈ ക്യാപ്ഷൻ കാണുമ്പോൾ തന്നെ നമുക്കതിൻ്റെ എല്ലാ ഗൗരവവും മനസ്സിലാവും. അപ്പോൾ ആ നിലയിൽ നമ്മളെ നിരീക്ഷിക്കാൻ ഒരാളുണ്ട് എന്ന് വരുമ്പോഴാണ് നമുക്കൊക്കെ ജീവിതത്തിൽ കുറേ കൂടി സൂക്ഷ്മത ഉണ്ടാവുക. ആ നിലയിൽ നമ്മുടെ ജീവിതത്തിൽ നന്നായി കരുപ്പിടിപ്പിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഇവിടെ തൊട്ട് മുമ്പ് കണ്ട വീഡിയോ നമുക്കറിയാം, ഒരുപാട് തെറ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ആ തെറ്റുകളെയൊക്കെ പിന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ട് നല്ലൊരു ജീവിതം നമ്മളിൽ ഉണ്ടാവാൻ നമുക്കെല്ലാം കൃത്യമായ പ്രാർത്ഥനകൾ ഉണ്ടാവണം.
പ്രത്യേകിച്ചും വഴിതെറ്റി പോകാൻ പറ്റിയ ഒരു കാലാവസ്ഥയിലാണ് നാം ജീവിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന മുതിർന്ന ആളുകളെ സംബന്ധിച്ച് നമ്മളൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കണ്ട കാഴ്ചകളല്ല, നമ്മുടെ ചിന്തകൾ കൊണ്ട് മനസ്സുകൊണ്ട് വന്ന ചിന്തകളല്ല നമ്മുടെ മക്കൾ ഇപ്പോൾ കാണുകയും ചിന്തിക്കുകയും ചെയ്യുന്നത്. വലിയ മാറ്റങ്ങളാണ്. ആ മാറ്റങ്ങളെ പൊരുത്തപ്പെട്ടുകൊണ്ട് അതിൽ നല്ലതേതാണ് എന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു വശം കൂടിയാണ് ഈ പരിപാടികൾ. ഇതിലൊക്കെ ഏറ്റവും കൂടുതൽ പങ്കെടുക്കുകയും ഇത് ഷെയർ ചെയ്യപ്പെടുകയും കൂട്ടിയിരുത്തേണ്ടത് നമ്മുടെ മക്കളെയാണ്. ആ നിലയിൽ നമ്മുടെ മക്കൾക്ക് കൂടി പ്രയോജനപ്പെടുന്ന രീതിയിൽ സ്വാഭാവികമായിട്ടും ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് ഇവിടെ ഫിസിക്കലി കൂടുന്ന ആളുകൾ മാത്രമല്ല കാണുന്നത്. ഇത് ഡിജിറ്റലായി ലൈവായി ഓൺലൈനായി നിരവധി ആളുകൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്തെ നിരവധിയായ ഇടങ്ങളിൽ ഈ പ്രോഗ്രാം നടന്നു വരികയാണ്. അപ്പോൾ ആ നിലയിൽ ഈരാറ്റുപേട്ടയിൽ നടത്തുന്ന ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഏതായാലും വളരെ കൃത്യമായി തൊട്ടു മുമ്പിൽ ഇവിടെ പ്രസംഗിക്കാൻ വരുന്ന ആൾ എപ്പോൾ സംസാരം നിർത്തണം എന്നുള്ള ഒരു സ്ക്രീൻ ഉള്ളത് കൊണ്ട് കൂടുതൽ സംസാരങ്ങളിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. ആരും തോണ്ടണ്ട, ആരും പേപ്പർ തരണ്ട. അത് കൃത്യമായൊരു നല്ല ഒരു രീതിയായിപ്പോയി. ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു. ഇവിടെ ഗസ്റ്റായിട്ട് പങ്കെടുക്കേണ്ടത് ബഹുമാനപ്പെട്ട നമ്മുടെ പൂഞ്ഞാറിൻ്റെ പുതിയ MLA സെബാസ്റ്റ്യൻ MJ എന്ന സജി ജോസഫ്. അദ്ദേഹം എന്നെ കുറച്ചു മുമ്പ് വിളിച്ചിരുന്നു. ആ പ്രോഗ്രാമിൽ ചെയർപേഴ്സൺ പോകുന്നുണ്ടെങ്കിൽ അവിടെ ആ പ്രോഗ്രാമിന് അതിൻ്റെ സംഘാടകർക്ക് ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ അർപ്പിക്കണം. ആ പരിപാടിക്ക് എല്ലാവിധ പിന്തുണ അറിയിക്കണം. നമ്മുടെ സംഘടനയുടെ തുടർന്നുള്ള പരിപാടികൾക്കെല്ലാം എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാകുമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയുണ്ടായി. അതിവിടെ നിങ്ങളോട് ഷെയർ ചെയ്തുകൊണ്ട് ഈ നാടിൻ്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളെന്ന നിലയിൽ ഈ പ്രോഗ്രാമിന് ഇവിടെ വന്നിട്ടുള്ള മുഴുവൻ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ വിദ്യാർത്ഥികൾക്കും എൻ്റെ എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്നേഹാഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നമ്മുടെ എല്ലാം സൽക്കർമ്മങ്ങൾ, നമുക്ക് കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അള്ളാഹു നമ്മളെ പ്രാപ്തരാക്കട്ടെ. ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അള്ളാഹു ഏറ്റവും നല്ല നിലയിൽ സ്വീകരിച്ച് അർഹമായ ഏറ്റവും ഉയർന്ന പ്രതിഫലം നൽകി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ചെയ്യുന്ന ഓരോ പ്രവർത്തനത്തിനും വലിയ പ്രതിഫലങ്ങൾ കിട്ടുന്നുണ്ടെന്ന് നമുക്കറിയാം. ആ നിലയിൽ എല്ലാ നിലയിലും അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് മാത്രം സാന്ദർഭികമായി ഉണർത്തിക്കൊണ്ട് ഈ സദസ്സിന് എല്ലാവിധ ആശംസകളും ഈ നാടിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.